ഹലോ ഗൈസ്, ഞാൻ ടൈമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് നല്ല സാധനങ്ങളുണ്ട്, കുറച്ച് ചീത്ത സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോ ടിപ്പ് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാശ് സേവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത്. നമ്മൾ സാധാരണ നമ്മൾ ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യത്തില്ലേ, അങ്ങനെ നമുക്ക് റിട്ടേൺ ചെയ്യാം. ബാക്കി ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ഈ സാധനമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താ പറയുക, ഇത് ഞാൻ വിചാരിച്ചത് എന്താ പറയുക, സാധനങ്ങളൊക്കെ വയ്ക്കേണ്ട. അതിൽ കണ്ടപ്പോൾ ഞാൻ കുറേ സ്ക്വയർ പോലെ ഇത് തുണി കണക്കിരിക്കുന്നുണ്ട്. എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ, ഇല്ല കുഴപ്പമില്ല, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഇല്ല, എന്നാലും സാധനമൊക്കെ വെക്കാവുന്നതാണ്. പിന്നെ ഇത് ജ്വല്ലറീസൊക്കെ അടിപൊളിയുണ്ട്. ജ്വല്ലറി മേടിക്കുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും ഈ ഒരു ആപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ മാലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ സാധനമൊക്കെ മൈക്രോ ഫൈബറിൻ്റെ ഒരു എന്താ പറയുക ഹെയർ ഡ്രൈ ചെയ്യുന്നൊരു ക്ലോത്താണ്. ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്ത ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അല്ലറ ചില്ലറ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം 1 പൗണ്ടിൻ്റെ ഉള്ളിൽ 2-3 പൗണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളൂ സാധനത്തിന് വിലയൊക്കെ. ഇതാണ് എനിക്ക് മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇത് നമ്മൾ ഡവൊക്കെ ഇതാക്കാനുണ്ട്. നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്നൊരു, നമ്മൾ ചപ്പാത്തി പലകൊക്കെ യൂസ് ചെയ്യത്തില്ല, അതിന് പകരം യൂസ് ചെയ്യുന്നതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഈ എന്താ പറയുക ബോഡി വാഷ് ചെയ്യുന്ന എന്താ പറയുക ഇതൊരു ചകിരി പോലെ യൂസ് ചെയ്യുന്നതാണ്. ഇതൊന്നും ഒരു യൂസും ഇല്ല, എനിക്കിതൊന്നും ഒരു ക്വാളിറ്റി ഇല്ല. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ പ്രോ ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ റിട്ടേൺ, നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ റിട്ടേൺ ചെയ്യുമല്ലോ. റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് കാശ് നമുക്കത് എമൗണ്ടിലോട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. പക്ഷേ നമുക്കത് ഐറ്റം നമ്മുടെ കയ്യിൽ തന്നെ വെച്ചോളാൻ പറയും. കാരണം 1-2 റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമാണ് അത് പിക്ക് ചെയ്യാനൊക്കെ. കാരണം മിനിമം ഒരു 15 പൗണ്ടിൻ്റെ 10 പൗണ്ടിനൊക്കെ ഓർഡർ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഐറ്റംസ് വരത്തുള്ളൂ. ഇപ്പോൾ എല്ലാതും 1-2 പൗണ്ടിനൊക്കെ ആയിരിക്കും. അപ്പം 1-2 പൗണ്ടിന് വരുന്ന നമുക്ക് നഷ്ടമല്ല. അതുകൊണ്ട് മിനിമം ഒരു 10-15 പൗണ്ട് വെച്ച് നമ്മൾ മേടിക്കണം. മേടിച്ചിട്ട് നമ്മൾ ഒരു 2-3 സാധനം റിട്ടേൺ ചെയ്താലും വലിയ നഷ്ടം വരത്തില്ല. കാരണം നമുക്ക് ആ സാധനം കൊടുക്കും വേണ്ട, പക്ഷേ അതിൻ്റെ കാശ് നമ്മളെ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. എങ്ങനെയുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഇഷ്ടമില്ലാത്ത സാധനം റിട്ടേൺ ചെയ്യും, പക്ഷേ നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിൽ തന്നെ വെച്ചോളാൻ പറയും. അതാണ് ട്രിക്ക്. ചിലർക്ക് അറിയുന്നുണ്ടാവുമായിരിക്കണം. കുറേ സാധനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ സ്പ്രേ ബോട്ടിലാണ്, ഈ ഓയിലൊക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലേ, നല്ല രസമുണ്ട് ക്യാൻഡിൽ. ഇതൊന്നും ഒരു യൂസില്ല. ഹുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഇൻവിസിബിൾ മാല പോലെയാണ്. പിന്നെ ഇത് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഒന്നും കൂടി ഓർഡർ ചെയ്യണം. അങ്ങനെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഞാൻ മേടിച്ചത്. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ ആയി മേടിക്കുന്നു. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ. താങ്ക് യു.